എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഏതെങ്കിലും മണ്ഡലങ്ങളിൽ മുസ്ലിം നാമധാരികളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ CPM-ഉം BJP-യും തമ്മിൽ ഡീൽ. അതുപോലെ തന്നെ BJP NDA-യുടെ ഘടകകക്ഷികൾക്ക് ഏതെങ്കിലും മണ്ഡലങ്ങളിൽ സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയും BJP-യും CPM-ഉം തമ്മിൽ ഡീൽ. ആദ്യം ഇത് പറഞ്ഞു തുടങ്ങിയത് VD സതീശനും പിന്നെ എല്ലാ കോൺഗ്രസ്സുകാരും ഇപ്പോൾ ഇത് ഏറ്റെടുത്ത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പാർലമെന്റിൽ BJP-ക്കെതിരെ സമരം നടത്താൻ CPM-ന്റെ ഒപ്പം കൈകോർത്ത് ഒരു കൊടക്കീഴിൽ നിൽക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഇത് പറയുന്നത്. ആ ഒരു കൊടക്കീഴിൽ നിൽക്കുമ്പോൾ CPM-ആരാ കോൺഗ്രസ്സുകാരാരാ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരമ്മ പെറ്റ മക്കളെ പോലെ BJP-ക്കെതിരെ പാർലമെന്റിൽ സമരം ചെയ്യാൻ ഒന്നിച്ചു നിൽക്കുന്നവരാണ് പറയുന്നത് കേരളത്തിൽ CPM-ഉം BJP-യും തമ്മിൽ ഡീലെന്ന്. ഈ സോഷ്യൽ മീഡിയ ഇത്രയും പ്രചാരത്തിലുള്ള ഈ കാലത്ത് അങ്ങനെ ഒരു ഡീല് നടന്നതിന്റെ ഏതെങ്കിലും ഒരു വോയിസ് ഇതുവരെ ലീക്കായിട്ടുണ്ടോ? VD സതീശന് കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു വോയിസ് VD സതീശന് കേൾപ്പിച്ചു തരാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഡീലിന്റെ എന്തെങ്കിലും ഒരു ചാറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചതിന്റെ എന്തെങ്കിലും ഒരു തെളിവ് VD സതീശന് കാണിച്ചു തരാൻ പറ്റുമോ? കാരണം സോഷ്യൽ മീഡിയ അത്രയും സ്ട്രോങ് ആണിപ്പോൾ. ഒന്നും മൂടിവെക്കാൻ പറ്റാത്ത കാലമാണിപ്പോൾ. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വോയിസ് മെസ്സേജ് തീർച്ചയായിട്ടും ലീക്കായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാറ്റോ പരസ്പരം മെസ്സേജ് അയച്ചതിന്റെ എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും ലീക്കായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് സാധിക്കുമോ? ഇല്ല. വെറുതെ മാനത്തുനിന്ന് എന്തെങ്കിലും എടുത്ത് വിളിച്ചു പറയുക CPM-ഉം BJP-യും ഡീല് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാലക്കാട്ടെ മലമ്പുഴയിൽ ഡീലാന്ന് പറയുന്നത് നേരാവുമല്ലോ. അതുകൊണ്ടായിരിക്കും നിങ്ങൾ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കി അവിടെ നിർത്തിയെന്ന് പറയുമ്പോൾ അതിലും ഒരു സത്യാവസ്ഥ ഉണ്ടാവില്ലേ VD സതീശ? എന്തായാലും ശരി, പ്രിയപ്പെട്ട CPM-കാരോടും BJP-കാരോടും നിങ്ങൾ ഇനി അടുത്ത ഇലക്ഷന് സ്ഥാനാർത്ഥികളെ നിർണയിക്കുമ്പോൾ VD സതീശന്റെ NOC വാങ്ങിയിട്ട് വേണം നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർണയിക്കാൻ. VD സതീശൻ NOC തരുന്ന സ്ഥാനാർത്ഥികളെ മാത്രമേ അടുത്ത പ്രാവശ്യം മുതൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. VD സതീശന്റെ അനുവാദം വേണം, അനുവാദം വാങ്ങിയിരിക്കണം. എല്ലാവർക്കും നമസ്കാരം.